യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പകരം നന്ദേട്ടനെ തിരിച്ചടിച്ച മോശമായി പോയി. ഈ വെട്ടി മോശവും നല്ലതും ഒക്കെ അവളല്ലേ തീരുമാനിക്കുന്നത്. ആ പൂജ കുറച്ചു കാലം അവൾ അച്ചാന്ന് വിളിച്ച് പുറകെ നടന്നതല്ലേ നന്ദന്റെ വിഷമം കൊണ്ട് അവൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ തന്നെ അവള് സഹിക്കല്ലേ വേണ്ടത്. നന്ദേട്ടൻ ആദ്യം അടിച്ചാടി അവളുടെ കർണത്ത് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആയേനെ. അത് അർജുൻ കയറി തടയാൻ പോയതാ പ്രശ്നമായത്. അയ്യോ മോളെ, അത് കൊള്ളാതിരുന്നത് നന്നായി. തല്ലാൻ പോയ അവന്റെ കയ്യെ കയറി പിടിച്ചിട്ട് അവൻ വിളിച്ചത് എന്താണെന്ന് അറിയാവോ? ഓ, മിസ്റ്റർ നന്ദഗോപൻ. നന്ദേട്ടനോ? ആ, എങ്ങാനും പൂജയുടെ കർണത്ത് അടി കൊണ്ടിരുന്നെങ്കിൽ അർജുൻ ചിലപ്പോ നന്ദനെ കൈവച്ചേനെ. ഓ എന്റെ ഭഗവാനെ, അതല്ലേ പറഞ്ഞത്. അവൻ ആ പൂജ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട്. ആ കൈവിഷത്തിന്റെ മിടുക്കൊണ്ട് അവനിപ്പോ അവളുടെ അടിമയാ. അത് ഉറപ്പാമ്മേ. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്യാനുള്ളത് നമ്മളും ചെയ്തേ പറ്റും. നമ്മൾ എന്ത് ചെയ്യാനാ മോളെ? വന്നു കയറിയ പെണ്ണുങ്ങളുടെ തലയണ മന്ത്രത്തിന്റെ ശക്തി ഇത്തിരി കൂടിപ്പോയി. എന്റെ പെൺമക്കൾക്ക് അതിനുള്ള മിടുക്കില്ലാതായി പോയി. നീ നോക്കണ്ട, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ആ വസന്തന്റെ അടി കൊള്ളാനല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? അതിനിടയിൽ അമ്മ എനിക്കിട്ട് കുത്താതെ എന്താ ചെയ്യാൻ പറ്റാന്നുള്ള ആലോചിക്ക്. എന്താണ് ചെയ്യേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് ഈ കോടതിയും കേസുമായിട്ട് വല്ല പരിചയമുണ്ടോ? ആദ്യം നമ്മൾ അനുക്കുട്ടിയെ കണ്ടെത്താൻ നോക്കണം. അവളെ കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ വഴിയിലാവും. അതിന് അവൾ എവിടെ പോയെന്ന് വെച്ചാ നമ്മൾ അന്വേഷിക്കുന്നത്? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സത്യം പറയണ്ടേ? എത്ര കാലം ഒളിപ്പിക്കാൻ പറ്റുമമ്മേ? നന്ദേട്ടന്റെ പരാതിയില് പോലീസിനെ അന്വേഷിച്ചാലേ പറ്റൂ. അപ്പൊ ഒളിപ്പിച്ചത് ആരാണോ അവര് തന്നെ പുറത്തിറക്കും. അതിനു മുൻപൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. സംഭവിക്കൂ? എന്തൊക്കെയാ മധു നീ പറയുന്നേ? ദേഷ്യം വരുമ്പം അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ശരിക്കും എന്ത് സംഭവിക്കാനാ?